മാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നാടൻ ഭക്ഷ്യമേളയിൽ വിദ്യാർത്ഥികൾ പാകപ്പെടുത്തിയ ഒട്ടനവധി ഭക്ഷ്യവിഭവങ്ങളുടെ പ്രദർശനം നടന്നു. പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ പാചകപ്പെടുത്തിയവയായിരുന്നു അധികവും. പപ്പായയുടെ വേര് മുതൽ പൂ വരെ ഉപയോഗിച്ചുള്ള ജ്യൂസും കട്ട്ലറ്റും ജാമും അച്ചാറും സോസും വൈനുമടക്കം 125ഓളം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയത് വ്യത്യസ്തത പുലർത്തി. സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ എക്സ്പോയിൽ അവതരിപ്പിച്ച 3ാം സ്ഥാനം നേടിയ പപ്പായ ഉൽപ്പന്നങ്ങൾ സ്കൂളിൽ വീണ്ടും ഒരുക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ചക്ക കൊണ്ട് 100 ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം കുട്ടികളിൽ കൂടിയപ്പോൾ അവയ്ക്കെതിരെയുള്ള പ്രചരണം കുട്ടികളിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് നാടൻ ഭക്ഷ്യമേള സംഘടിപ്പിച്ചതെന്ന് പ്രിൻസിപ്പൽ ഫാത്തിമ റഹീം പറഞ്ഞു. നമ്മുടെ ഈ ജങ്ക് ഫുഡുകളുടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കുട്ടികളൊരു നാടൻ ഭക്ഷ്യമേള ഒരുക്കിയിട്ടുണ്ട്. അതിൽ നമ്മുടെ നാടനായിട്ട് കിട്ടുന്ന ചിലവ് കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടാണ് വിവിധങ്ങളായ ഒരുപാട് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തരം മേളകൾ കൊണ്ട് ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്നും ഉപകാരപ്രദമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ കഴിയുന്നു എന്ന തിരിച്ചറിവ് കുട്ടികളിൽ ഉണ്ടാക്കുവാൻ കഴിയുന്നുണ്ട്. മേളയുടെ ഭാഗമായി അഗ്രികൾച്ചർ, ലൈഫ് സ്റ്റോക്ക് എന്നീ വിഭാഗങ്ങളിൽ വിവിധതരം ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു. ബയോമെഡിക്കൽ വേസ്റ്റ് ഉപയോഗിച്ചുള്ള തുള്ളിനന, തിരിനന തുടങ്ങിയ ചിലവ് കുറഞ്ഞ ജലസേചന മാർഗങ്ങളും പോളി ഹൗസ്, ഗ്രീൻ ഹൗസ്, മണ്ണില കമ്പോസ്റ്റ് എന്നിവയുടെ മോഡലുകളും മേളയിൽ ഒരുക്കിയിരുന്നു. ക്ലാസുകൾ തമ്മിൽ മത്സരാധിഷ്ഠിതമായി മേളയിൽ പ്രദർശനങ്ങൾ ഒരുക്കിയിരിക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നതെന്നും പ്രിൻസിപ്പാൾ പറഞ്ഞു. സെക്കൻഡ് ഇയറിലെയും 2 ബാച്ചുകൾ വീതമുണ്ട്. അപ്പോൾ 4 ബാച്ചുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ്. ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ബാച്ചിന് സമ്മാനമുണ്ട്. അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. KCV ന്യൂസ്, മൂവാറ്റുപുഴ.